പാചകവാതക പ്രതിസന്ധി വിനോദസഞ്ചാര മേഖലയെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പല റെസ്റ്റോറൻറ്റുകളിലും മെനുവിൽ പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. കുമരകത്തു നിന്നും ഷിനോ ജസ്റ്റി വിശദീകരിക്കും കാര്യങ്ങൾ. നിരവധി വിദേശികൾ എത്തുന്ന പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുമരകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ LPG പ്രതിസന്ധി അത് കുമരകം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമരകത്തെ പ്രധാനപ്പെട്ട റിസോർട്ടുകളിൽ ഒന്നായ ബാക്ക് വാട്ടർ റിപ്പിൾസിലാണ്. ഇവിടെ ഭക്ഷണത്തിന്റെ ക്രമം മെനു ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിയാണ് നിലവിൽ ഈ പ്രതിസന്ധി അവർ മറികടക്കുന്നത്. ഈ തവയിൽ ദോശ, പൊറോട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാവിലെ ഉള്ളതാണ്. പക്ഷേ ഈ ഗ്യാസ് കിട്ടാതെ വന്നതോടുകൂടി അതെല്ലാം നിലവിൽ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. മറ്റ് ഇൻഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കപ്പം ഈ സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ടുള്ള ആനന്ദ് കൂടി ചേരുകയാണ്. ലൈവ് കുക്കിംഗ് നമ്മൾ പരമാവധി എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാര്യം ദോശ, പൊറോട്ട ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഈ ഓംലെറ്റ്സ് ആയാലും ഇൻഡക്ഷനിലേക്ക് മാറി. ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനത്തെ ഐറ്റംസ് കുറച്ചു. ഓവൻ ബേസ്ഡ്, അതായത് ഐകോംബി അല്ലെന്നുണ്ടെങ്കിൽ ഓവൻ ബേസ്ഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വെച്ചിട്ടുള്ള കുക്കിങ്ങിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെനു ഭയങ്കരമായിട്ട് കട്ട് ഷോർട്ട് ചെയ്യേണ്ടി വരുന്നു. പുട്ട്, ഇടിയപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അങ്ങനെയൊക്കെ വരേണ്ടി വന്നു. ഫ്രൈഡ് ഐറ്റംസ് ആയ പൂരിയോ വടയോ അങ്ങനെയൊന്നും മെനുവിലേക്ക് ഇനിയിപ്പം എക്സ്റ്റൻസീവായിട്ട് ഇടാൻ പറ്റില്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികൾ പലരും നേരത്തെ ബുക്ക് ചെയ്ത് വരുന്ന ആളുകൾ, അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് പ്രശ്നം അത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പം ഞങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. പല മെനുകളും നമുക്ക് റീഡൂ ചെയ്യേണ്ടി വരുന്നു, പല മെനുകളും നമുക്ക് ടൈലർ മെയ്ഡ് ആക്കേണ്ടി വരുന്നു. അപ്പം ഇതെല്ലാം കോംബിയിലേക്കും ഇലക്ട്രിക്കിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതേ ഉള്ളൂ നിങ്ങളുടെ മെനുവിൽ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കും. ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്രിമ്മിലേക്ക് മിനിമലിലേക്ക് പോകേണ്ടി വരും. ഈ ഒരാഴ്ച മാക്സിമം ഓടിക്കാനേ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല. വിറകിലേക്കും അങ്ങനെയൊക്കെ ഒരു കൺവെൻഷൻ രീതിയിലേക്ക് നമുക്ക് മാറേണ്ടി വരും. ഹോപ്പ്ഫുള്ളി ഇത് ഈ എല്ലാ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ തീരണമെന്ന്. ഓടിക്കാനുള്ള ഗ്യാസ് ഉണ്ടോ? ഈ ഒരു ആഴ്ച, അതായത് ഈ ഒരു സൺഡേ വരെ മാക്സിമം നിൽക്കുമായിരിക്കും. വിനോദസഞ്ചാര മേഖല ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി രൂക്ഷമായാണ് ബാധിക്കുന്നത്. കുമരകത്ത് നിന്ന് ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.